ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മീൻ കിട്ടുകയാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതുപോലുള്ള ഒരു മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 കിലോ 2 കിലോ വെയിറ്റ് വരുന്ന മീൻ. അപ്പോൾ ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചെമ്പല്ലി എന്നാണ്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നല്ലപോലെ കട്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പുരട്ടാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു പീസ് ഇഞ്ചി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 മുറി ചെറുനാരങ്ങയുടെ നീര്, 1 മുറി മതിയാവും, അതും കൂടി പിഴിഞ്ഞു കൊടുക്കുക. വിനാഗിരി അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഓയിൽ, 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ മീൻ നല്ല പോലെ ഒന്ന് മുറിച്ചെടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലൊക്കെ ഒരു കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് മുറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഇതിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം കത്തി വെച്ച് മുറിവിട്ട ആ ഭാഗത്തൊക്കെ നല്ല പോലെ ഒന്ന് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുറിയിട്ട അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഫുള്ളായിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കാം. നല്ല പോലെ മസാല പുരട്ടി കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ മസാല ഫില്ല് ചെയ്ത് കൊടുത്ത് മുഴുവനായിട്ട് മസാലയിൽ കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്തും മസാല പുരട്ടി കൊടുക്കുക. ഉള്ളിലും അതുപോലെ തന്നെ തലഭാഗത്തും ഒക്കെ നല്ല പോലെ മസാല പുരട്ടി കൊടുക്കുക. എങ്കിലേ നമ്മുടെ മീനിന് നല്ല പോലെ മസാലയും ഉപ്പും ഒക്കെ നല്ല പോലെ പിടിക്കുള്ളൂ. അപ്പം ഞാൻ മുഴുവനും മസാലയിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ മസാല പിടിച്ച് കിട്ടും. അപ്പം ഞാൻ 3 മണിക്കൂറിന് ശേഷമാണ് ഇതൊന്ന് പൊള്ളിച്ചെടുക്കുന്നുള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പെരിഞ്ജീരകം 1/4 ടീസ്പൂണ് പെരിഞ്ജീരകവും 1/4 ടീസ്പൂണ് നല്ല ജീരകവും ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം വലിയ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള 3 ഉള്ളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അത് വെച്ച് മസാല ചെയ്തെടുത്താലും മതി. കാരണം ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളി വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളത് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇനി നമ്മുടെ ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി. അപ്പം ഞാൻ ഏകദേശം ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചി എടുത്ത് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. ഇതുപോലെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മീനിലൊക്കെ പുരട്ടുന്ന മസാലയിൽ നല്ലപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നോക്കാം. അപ്പം ഞാനിത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി വലിയൊരു വാഴ ഇല എടുത്തിട്ട് നല്ലപോലെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറച്ച് ഏതായാലും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയുടെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള മീനുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് നോക്കണം. കാരണം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ മസാലയിൽ റെഡിയാക്കി വെച്ചിരുന്ന മീൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന മസാലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ മീൻ പെരക്കിയ അതേ മസാല ബാക്കിയുള്ളത് ഇതേ മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. മീനിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പകുതിയാക്കി വെച്ച മസാല മുഴുവനായിട്ട് ഈ മീനിൻ്റെ മുകളിൽ ഭാഗത്ത് വെച്ച് കൊടുക്കാം. മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന മാതിരി ഇതുപോലെ വെച്ച് കൊടുക്കാം. എത്തുന്ന പോലെ തന്നെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഫുള്ള് കവർ ചെയ്തെടുക്കാം. മസാലയിൽ ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവൻ മസാലയും ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് മീനിന് വല്ലാത്തൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പം നമുക്ക് വാഴയുടെ ഇല ഇതുപോലെ രണ്ട് ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. താഴെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മുകൾ ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഇതേ വാഴയുടെ ഒരു വള്ളി എടുത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. വാഴവള്ളി കൊണ്ട് തന്നെ ഇത് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ കെട്ടിക്കൊടുക്കാം. രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ട് ഭാഗത്തും കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫോയിലിൻ്റെ വ്രാപ്പ് എടുക്കാം. വ്രാപ്പ് എടുത്ത് ഇതുപോലെ പിരിച്ച് വെക്കാം. അപ്പം ഞാൻ ഈ വ്രാപ്പിൽ നിന്ന് 3 പീസ് എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മീൻ ഇതിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനുണ്ട്. അപ്പം 3 പീസായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മീൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത്, അതായത് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വാഴയുടെ ഇല കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കിത് മടക്കി നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ കല്ല് വെച്ച് നല്ല പോലെ തീയാക്കിയിട്ടുണ്ട്. അപ്പം നല്ല പോലെ തീയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ചുട്ടെടുക്കുന്ന ഗ്രില്ല് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. ഇനി നമ്മുടെ മീൻ ഇത് കവർ ചെയ്തത് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും ഒരു വശം നമ്മുടെ മീൻ ഒരു വശം നല്ല പോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിയുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ തിരിച്ചിട്ട് നല്ല പോലെ വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണുള്ളതെന്ന്. അപ്പം നമ്മൾ ഫോയിലിൻ്റെ വ്രാപ്പ് ചുറ്റിയത് കൊണ്ട് നമ്മുടെ മീനിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം നിങ്ങൾക്ക്.
കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പം നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പം ഞാനിതൊന്ന് വെന്തതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.